യാമിയുടെ ഒരു നൈറ്റ് ഈറ്റിംഗ് കണ്ടാലോ? അവൾക്ക് വിശക്കുമ്പോൾ ഈ ചെയർ ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് അതിലിരിക്കണം എന്ന് പറയും. മിക്ക ഡേയ്സും ഇവിടെ ചപ്പാത്തി ആയിരിക്കും. ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞാൽ ചന മസാലയാണ് കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ സ്വന്തമായിട്ടൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. യാമിക്ക് അത്യാവശ്യം എല്ലാം കഴിക്കും കേട്ടോ. ആദ്യമൊന്നും അങ്ങനെയല്ലായിരുന്നു. ആദ്യമൊന്നും ഫുഡിൻ്റെ മണം അവൾക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. ഇത്തിരി എരിവ് കൂടിപ്പോയി, അതാണ് ഈ ഭാവം. ബൈ ആദ്യമൊന്നും നമ്മൾ കഴിക്കുകയുണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ മണമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. 6 മന്ത് നമ്മൾ ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമില്ലേ, ആ സമയം തൊട്ടേ ഫുഡ് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. ഓൺലി പാല് മാത്രം. പിന്നെ കുറേ ഈ ബോഡിക്ക് വെയിറ്റ് വരാതെ വന്നപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു, അതായത് അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫുഡൊന്നും കൊടുക്കണ്ട, നമ്മൾ കഴിക്കുമ്പോൾ അവളെയും കൂടെ നമ്മുടെ അടുത്ത് ഇരുത്തി ഫുഡിനെ കാണാനും പിന്നെ ഫുഡിൻ്റെ മണമൊക്കെ കിട്ടാനും ഒക്കെ ഉള്ളൊരു അങ്ങനെ ആ ഒരു രീതിയിൽ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യം പിന്നെ കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെയാണ് തന്നെ ഒരു 8-9 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൾ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഫുഡും കഴിക്കും. ഇപ്പോൾ അങ്ങനെ വേണ്ടാത്തൊരു സാധനമില്ല. അപ്പോൾ ഈ ഫുഡ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നിങ്ങളുടെ ബേബി ഫുഡ് കഴിക്കും കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് വർക്കാവുന്നൊരു ഐഡിയ ആണേ. സോ ട്രൈ ഇറ്റ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.